കഥ പറയാ. പുരാതന ഗ്രീസിൽ ബുദ്ധിശക്തിയിൽ സോക്രട്ടീസിനെ വെല്ലാൻ ആരുമില്ലായിരുന്നു. ഒരു ദിവസം സോക്രട്ടീസിന്റെ ഒരു സ്നേഹിതൻ ഓടി വന്ന് ചോദിച്ചു, സോക്രട്ടീസ്, ഡയോജനീസിനെ പറ്റി ഞാൻ കേട്ടതെന്തെന്ന് അറിയണമോ? ഒരു നിമിഷം നിൽക്കൂ, സോക്രട്ടീസ് പറഞ്ഞു. അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ 3 പരീക്ഷകൾ പാസ്സാകണം. പരീക്ഷയോ? അതെ, നിങ്ങൾ ഡയോജനീസിനെ പറ്റി പറയുന്നതിന് മുൻപ് 3 ഘട്ടത്തിലുള്ള പരീക്ഷ കടക്കണം. ഒന്നാമത്തേത് സത്യത്തിന്റെ ഘട്ടം. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പാണോ? അതെനിക്കറിയില്ല, സ്നേഹിതൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കേട്ട കാര്യമാണ്. ശരി, 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ട കാര്യം നല്ലതാണോ? അല്ല, കൂട്ടുകാരൻ പറഞ്ഞു. നേരെ മറിച്ചാണ്. ശരി, സത്യമാണോ എന്നറിയാൻ വയ്യാത്ത ചീത്തയായ കാര്യമാണ് ഡയോജീസിനെ പറ്റി നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. ഇനി 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ട കാര്യം എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഗുണപ്രദമാണോ? അതെനിക്കറിയില്ല. അപ്പോൾ അതാണ് കാര്യം, സോക്രട്ടീസ് പറഞ്ഞു. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത, നല്ലതല്ലാത്ത, എനിക്ക് ഉപയോഗമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനു എന്നോട് പറയണം? മേരിയും റോസും ഗ്രാമത്തിലെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വലിയ കൂട്ടുകാരായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മേരിയെ ഗ്രാമത്തിലുള്ള ഒരു കർഷകനാണ് വിവാഹം കഴിച്ചത്. റോസിനെ നഗരത്തിലെ ഒരു ബിസിനസ്സുകാരനും. വർഷങ്ങളേറെ കഴിഞ്ഞു. മേരിക്കും റോസിനും ഇപ്പോൾ 70 വയസ്സായി. ഒരു ദിവസം മേരിക്ക് റോസിൻ്റെ ഒരു കത്ത് ലഭിച്ചു. മേരിയെയും ഭർത്താവിനെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായിരുന്നതുകൊണ്ട് മേരി ഭർത്താവിനെയും കൂട്ടിപ്പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മേരിയും ഭർത്താവും റോസിൻ്റെ വീട്ടിലെത്തി. റോസ് തൻ്റെ വീട്ടിൻ്റെ എല്ലാ മുക്കും മൂലയും മേരിയെ കാണിച്ചു. ഭർത്താക്കന്മാർ നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരുന്നു. റോസ് ഓരോ പ്രാവശ്യവും തൻ്റെ ഭർത്താവിനെ വിളിച്ചത് ഓരോരോ ഓമന പേരുകളാണ്. ചിലപ്പോൾ പൊന്നെ എന്ന് വിളിക്കും, ചിലപ്പോൾ ചക്കരയെന്നും വിളിക്കും, ചിലപ്പോൾ മുത്തയെന്നും. രാത്രിയിൽ മേരിയും റോസും ഒരു മുറിയിലാണ് കിടന്നത്. മേരി പറഞ്ഞു, റോസ്, നീ ഇപ്പോഴും മധുവിധ കാലത്താണെന്ന് തോന്നുന്നല്ലോ. ഭർത്താവിനെ ഓമന പേരുകളിലാണല്ലോ ഇപ്പോഴും വിളിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. റോസ് പറഞ്ഞു, മേരി, സത്യം പറയാമല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ മറന്നുപോയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ അയാളോട് വീണ്ടും പേര് ചോദിച്ചാൽ അയാൾ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പൊന്നെ, ചക്കരെ, മുത്തേ എന്നൊക്കെ വിളിക്കുന്നത്. പ്രായമായ ദമ്പതികൾ ഒഴിവുകാല യാത്രയിലായിരുന്നു. മദ്യം ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഭാര്യ ഭർത്താവിനെ അനുവദിച്ചിരുന്നില്ല. കൂടാതെ കഠിനമായ വ്യായാമവും അവർ ദിവസേന ചെയ്തിരുന്നു. സന്ധ്യാഭക്ഷണം മാത്രമേ അവർ കഴിച്ചിരുന്നുള്ളൂ. ദൗർഭാഗ്യവശാൽ അവർ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു. 2 പേരും മരിച്ചു. നല്ല രീതിയിൽ ജീവിച്ചിരുന്നതുകൊണ്ട് അവർ നേരെ സ്വർഗത്തിലെത്തി. വിശുദ്ധ പത്രോസ് സ്വർഗ കവാടത്തിലെത്തി അവരെ സ്വീകരിച്ചു. വളരെ വില കൂടിയ ഒരു കാറിൽ കയറ്റി അദ്ദേഹം അവരെ സ്വർഗത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു. അവസാനം അവർ അതിസുന്ദരമായ ഒരു കൊട്ടാരത്തിലെത്തി. വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഇവിടെയാണ് നിങ്ങൾ ഇനി താമസിക്കാൻ പോകുന്നത്. കൊട്ടാരത്തിന്റെ വാതിലുകളും ജനലുകളും സ്വർണം കൊണ്ട് തീർത്തതായിരുന്നു. മച്ചിൽ വജ്രങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലായിരുന്നു കൊട്ടാരം. സുന്ദരികളായ അനേകം പരിചാരികൾ കൊട്ടാരം ജോലിക്കുണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ അടുക്കളയിൽ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ലോകത്തിലെ എല്ലാവിധ മദ്യങ്ങളും ഉള്ള ഒരു ബാർ അവിടെയുണ്ട്. സുന്ദരിയായ ഒരു പരിചാരക വന്ന് ചോദിച്ചു, ഭക്ഷണം എടുത്തു വെക്കട്ടെ? വിശുദ്ധ പത്രോസ് പറഞ്ഞു, ശരി. ഭർത്താവ് ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിന്നു. അദ്ദേഹം ചോദിച്ചു, ഇതിനൊക്കെ എന്ത് ചിലവ് വരും? വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഒന്നുമില്ല, ഇവ നിങ്ങൾക്കുള്ള സ്വർഗീയ സമ്മാനമാണ്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചാൽ തന്നെ കൊളസ്ട്രോൾ കൂടും. കൂടാതെ എനിക്ക് പ്രമേഹവും ഉണ്ട്.
അതൊക്കെ ഭൂമിയിൽ വെച്ചുള്ള കാര്യങ്ങളല്ലേ. ഇത് സ്വർഗമാണ്. ഇവിടെ രോഗങ്ങളും വേദനകളും ഇല്ല. നിങ്ങൾക്ക് എന്തും കുടിക്കാം, എന്തും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിത്യേനയുള്ള വ്യായാമവും വേണ്ട. മാസാമാസം നടത്തുന്ന പ്രമേഹത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ടെസ്റ്റുകളും അവയ്ക്കുള്ള ഗുളികകളും വേണ്ടേ? യാതൊന്നും വേണ്ട. നിങ്ങൾ സ്വർഗീയ ജീവിതം ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് വിശുദ്ധ പത്രോസ് യാത്രയായി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഭർത്താവ് ക്രുദ്ധനായി ഭാര്യയെ നോക്കി പറഞ്ഞു, നിന്റെ മുടിഞ്ഞ ഭക്ഷണ നിയന്ത്രണങ്ങളും വ്യായാമങ്ങളും കാരണമാണ് ഞാൻ ഇവിടെ വരാൻ ഇത്ര താമസിച്ചത്. അവ ഇല്ലായിരുന്നെങ്കിൽ ഒരു 10 വർഷം മുൻപേ ഞാൻ ഇവിടെ എത്തിയേനെ. ഒരു ദിവസം ഒരാൾ 19ാം നിലയിലുള്ള തൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു, ജോൺ, നിങ്ങളുടെ മകൾ അലീഷ ഒരു റോഡപകടത്തിൽപ്പെട്ട് താഴെ മരിച്ചു കിടക്കുന്നു. ഞെട്ടിപ്പോയ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഓഫീസിലെ ജനാലയിലൂടെ താഴേക്ക് ചാടി. താഴേക്ക് പതിക്കുന്നതിനിടയിൽ 14ാം നിലയിലെത്തിയപ്പോൾ തനിക്ക് അലീഷ എന്ന മകൾ ഇല്ലെന്ന കാര്യം ഓർമ്മിച്ചു. 7ാം നിലയിലെത്തിയപ്പോൾ തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഓർമ്മിച്ചു. നിലത്ത് പതിക്കാറായപ്പോൾ തൻ്റെ പേര് ജോൺ അല്ലെന്നും ഓർമ്മിച്ചു. പുലിയുടെ വിവാഹമാണ്. കാട്ടിലെ മൃഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഒരെലി വന്നു പറഞ്ഞു, സഹോദരാ, അഭിനന്ദനങ്ങൾ, എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ഒരു പുലിയെ എലി സഹോദരൻ എന്ന് വിളിച്ചത് കേട്ട് അടുത്തുനിന്ന് വേറൊരു പുലി ചോദിച്ചു, ഏതു വകയിലാടാ ഒരു പുലി നിന്റെ സഹോദരനാകുന്നത്? നീ വെറും ഒരു എലിയല്ലേ? എലി പറഞ്ഞു, എടോ, ഞാനും ഒരു കാലത്ത് പുലിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുമ്പ്